ഹലോ നമസ്കാരം, കാസിബായി ആണ് കേട്ടോ. അപ്പോഴേ ഞാനൊരു സ്ഥലം വരെ പോവുകയാണ്. വേറെ എവിടെയൊന്നല്ല കേട്ടോ, നമ്മുടെ മൈജിയുടെ ഉദ്ഘാടനമാണ് ഇന്ന് നമ്മുടെ താണയിൽ വെച്ചിട്ട് കേട്ടോ. അപ്പം അവിടെ വരെ പോവുകയാണ്. പോകുന്നതിനൊരു കാര്യമുണ്ട്. കാരണം നമ്മുടെ പ്രശസ്തനായ നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ എൻ്റെ ഹൃദയമായ മഞ്ജു വാര്യരാണ് ഉദ്ഘാടനത്തിൽ വരുന്നത്. പിന്നെ ടോവിനോ തോമസും ഉണ്ട്. അപ്പോൾ രണ്ട് പേരും എൻ്റെ ചങ്കുകളാട്ടോ. അപ്പോൾ കാണാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല. ഭയങ്കര ക്രൗഡായിരിക്കും. ഞാൻ റൂമിൽ നിന്ന് പോകാൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ചെല്ലുമ്പോൾ ഉദ്ഘാടനം കഴിയുമെന്നും അറിയത്തില്ല. സമയം 8:45. 9 മണിക്കാണോ ഇനി 10 മണിക്കാണോ എന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ പോട്ടെ. അഥവാ കാണാൻ പറ്റിയാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ കൂടി കാണിച്ചു തരും. ഓക്കെ, പോയി വന്നതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ ബൈ. അങ്ങനെ ഞാൻ നേരെ നമ്മുടെ മൈജിയിലെത്തി. ഞാൻ പോകുമ്പോൾ തന്നെ ഏകദേശം ഒരു 8:45 9 മണിയാകുമ്പോഴത്തേക്കും ഞാൻ അവിടെ എത്തിയിട്ടോ. അന്നേരം ഇപ്പം വലിയ ദിക്കും തിരക്കും ബഹളമൊന്നും കണ്ടൊന്നുമില്ല. അങ്ങനെ നമ്മുടെ മൈജിയുടെ ഗംഭീര പരസ്യമൊക്കെ അവിടെ ഉണ്ട്. ചെറിയ സ്റ്റേജൊക്കെ കെട്ടിയിട്ടുണ്ട്. അവിടെ പരസ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മഞ്ജു വാര്യരും അതുപോലെ തന്നെ ടോവിനോ തോമസും പരസ്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ കൂടാതെ അവിടെ ആങ്കറായിട്ട് നമ്മുടെ ആരുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിനിമാ താരവും അതുപോലെ തന്നെ TV ഷോ ഒക്കെ അവതരിപ്പിക്കുന്ന നമ്മുടെ എലീനയായിരുന്നു കേട്ടോ. അടിപൊളി ആങ്കറിങ്ങും ആയിരുന്നു. പുള്ളിക്കാരുടെ സൗണ്ടും എനർജിയും ഒക്കെ വേറെ ലെവലായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ കണ്ട് കുറെ നേരം അടിച്ചു പൊളിച്ച് അങ്ങനെ നിന്നു. നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ പോകെ പോകെ ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും. ഇതിന്റെ ഇടയ്ക്ക് ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഓഡിയൻസിൽ ഒരു പയ്യനെ വിളിച്ചിട്ട് സ്റ്റേജിലോട്ട് വരുത്തിട്ടോ. ഒരു സ്റ്റേഡിയത്തിൽ നിന്നുകൊണ്ട് തന്നെ ഓഡിയൻസിലുണ്ടായിരുന്ന ഒരു പയ്യൻ പറഞ്ഞു ഞാൻ നന്നായിട്ട് മിമിക്രി ചെയ്യുന്നു. അങ്ങനെ എലീനെ അവനെ വിളിച്ച് സ്റ്റേജിലോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവൻ അവിടെ വന്നിട്ട് അവിടെ കുറേ നമ്മുടെ സിറ്റിയിലുള്ള പയ്യനാണ്, കണ്ണൂർ സിറ്റിയിലുള്ള പയ്യനാണ്. അവന് സുരേഷ് ഗോപിനെയും അവരിവരെയൊക്കെ ഒരു ആങ്കർ ചെയ്തു. പമ്പ കോമഡി ആയിരുന്നു കേട്ടോ. പക്ഷെ അവൻ്റെ ധൈര്യത്തെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം ആ ജനങ്ങളുടെ ഇടയിൽ നിന്നും അവന് സ്റ്റേജിലോട്ട് ചെന്ന് പിന്നെ ചെയ്തു. അതുപോലെ തന്നെ കട്ടക്കാണെങ്കിൽ നമ്മുടെ എലീനെ നിന്നിട്ടോ. അത് ഭയങ്കര കോമഡി തന്നെയായിരുന്നു. അപ്പം ഇത് നമ്മളെ അതായത് നമ്മുടെ പ്രിയ താരങ്ങൾ വരുന്നവരെ നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അവർ ചെയ്ത ഒരു പരിപാടിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസ് നിൽക്കുന്ന, അതായത് ഞാനൊക്കെ നിൽക്കുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പൊരി വെയിലത്താണ് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ. സമയം ഏകദേശം 9:30 10 മണി ആകാറായി. പിന്നെ നമ്മുടെ മഞ്ജു വാര്യരും ടോവിനൊക്കെ വരുമ്പോൾ ഏകദേശം 10 10:30 ആകാറാകുകയും ചെയ്തു. അതിനിടയിൽ കൂടെയാണ് ഇങ്ങനെ പരിപാടികളൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങളുടെ ഇടയിലൂടെ ഇമാതിരി കുറെ പരിപാടിയും കാര്യങ്ങളൊക്കെ അവരുടെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് കാണികളെ കുറച്ച് നേരത്തേക്ക് അടിപൊളിയാക്കിച്ചു കേട്ടോ. എലീന ആണെങ്കിലും അവനാണെങ്കിലും വേറെ ലെവലാക്കി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചു. കുറേ നേരം കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടോ. എന്തായാലും ഞാൻ അവന് 1000 കയ്യടി എൻ്റെ വക കൊടുത്തിട്ടുണ്ട്. കാരണം അത്രയും അവനെ അപ്രിഷ്യേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റി. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു കുട്ടിയുടെ അമ്മ തൊട്ട് ഇടയ്ക്കിടയ്ക്ക് എലീനയുടെ അടുത്ത് റിക്വസ്റ്റ് ചോദിക്കുന്നത് എൻ്റെ മോളെ കൊണ്ട് ഒരു പാട്ട് പാടിപ്പിക്കാമെന്ന്. പിന്നെ അതും എലീന ഏറ്റെടുത്തിട്ട് കുഞ്ഞു മോളാണ്, നന്നായിട്ട് പാടി അതിൻ്റെ സ്വരസാരങ്ങളൊക്കെ കറക്റ്റായിട്ട് എത്തിക്കാൻ വേണ്ടി മോള് നന്നായി ശ്രമിച്ചു കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ കണ്ടൊരു കാഴ്ച കഴിഞ്ഞാൽ അമ്മ ഒരു സൈഡിൽ നിന്നിട്ട് താളം പിടിക്കുന്നുണ്ട് മോള് പാടുന്നതനുസരിച്ച്. കാരണം ചെറിയൊരു വേദിയാണെങ്കിൽ പോലും നല്ല ആൾക്കാർ കൂടിയ സ്ഥലമല്ലേ. അപ്പം അമ്മയ്ക്കൊരു സന്തോഷം. മോളാണ് നല്ല ധൈര്യശാലിയായിട്ട് നല്ല മിടുക്കിയായിട്ട് അവിടെ നിന്ന് പാടി കേട്ടോ. അപ്പം എല്ലാവരും കയ്യടിയും ആ കുട്ടിക്ക് നേടാൻ കഴിഞ്ഞു. കാരണം എന്താ, കുഞ്ഞൊരു വേദിയാണെങ്കിൽ പോലും അതിനൊരു സമയം അവർ മൈജിക്കാർ കൊടുത്തു എന്നുള്ളതാണ് കേട്ടോ. എന്തായാലും സത്യം. അങ്ങനെ നേരം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടിക്ക് ഒരു സമ്മാനം എല്ലാം കൊടുത്തു. അങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ പരിപാടിക്കും അതുപോലെ തന്നെ ഓഡിയൻസിലുള്ള ആൾക്കാർക്ക് കൊച്ചു ചോദ്യങ്ങൾ ചോദിച്ചിട്ടും അങ്ങനെയുള്ളവർക്ക് സമ്മാനങ്ങളും പിന്നെ നന്നായിട്ട് അവിടുത്തെ പാട്ടിനനുസരിച്ച് നൃത്തം ചെയ്ത ആൾക്കാർക്കുള്ള സമ്മാനം, അങ്ങനെ എല്ലാവരെയും കൂടെയും ഒന്ന് സന്തോഷിപ്പിക്കാൻ മൈജിയിലെ ആൾക്കാർ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ പറഞ്ഞ് നിന്ന് വന്ന സമയത്താണ് നമ്മുടെ ടീം മഞ്ജു വാര്യരും അതുപോലെ തന്നെ ടോവിനും ഏകദേശം എത്തിത്തുടങ്ങി എന്നുള്ള ബഹളം ഇവിടെ കേട്ടത്. അന്നേരത്തെ ജനങ്ങളെല്ലാം ആഹാരം ഇളക്കി പിന്നെ എന്താ പറയുന്ന നിന്ന ഭാഗത്തുനിന്നൊക്കെ തള്ളിയിട്ട് ഒക്കെ ചെയ്തു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ എനിക്കൊരു സങ്കടം വന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഹെഡ്സെറ്റ് കഴിച്ചിട്ടായിരുന്നു പോയത്. ഏകദേശം 1500 വിലയുള്ള സാധനം കേട്ടോ. അത് അതിൻ്റെ ഇടയിൽ കൂടെ എവിടെയോ നഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു വിഷമം ഇപ്പോഴും മനസ്സിൽ കിടന്ന് നീറുകയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, പോകേണ്ടത് പോകും.
പക്ഷെ മഞ്ജുവിനെ കാണാൻ പറ്റിയില്ലെന്ന സന്തോഷം അവിടെ വീണ്ടും നിൽക്കുക കേട്ടോ. കാരണം മഞ്ജു വാര്യർ എന്ന് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുട്ടിക്കാലം തൊട്ടേ കുട്ടിക്കാലം തൊട്ടേന്നല്ല, എൻ്റെ ഒരു കൗമാരത്തിലാണ് മഞ്ജു വാര്യരൊക്കെ സിനിമയിലോട്ട് വരുന്നത്. അതായത് ഞാനൊരു 8ാം ക്ലാസ് പഠിക്കുവാൻ തോന്നുന്നുണ്ട്, 7ാം ക്ലാസ് 8ാം ക്ലാസ് പഠിക്കുവാൻ തോന്നുന്നു മഞ്ജു വാര്യർ സിനിമാ ലോകത്തോട്ട് വരുന്നത്. അപ്പോൾ അന്ന് തൊട്ടേ ഞാൻ ഇവരെ ഒന്ന് കാണണം, ഒരു നോക്ക് കാണണം എന്ന് ആഗ്രഹിച്ച് നടന്നിട്ട് ഒരിക്കൽ ഗുരുവായൂർ അവരുടെ ഡാൻസ് പ്രോഗ്രാം കണ്ടു. അപ്പോൾ അങ്ങനെ അവരോടുള്ള ഇഷ്ടം എനിക്ക് അന്ന് അവിടെ പോയി കണ്ട് ഡാൻസെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കാണുന്ന ഇന്നാട്ടോ. അതുകൊണ്ട് എല്ലാ തിരക്കും മാറ്റിവെച്ച് ഈ തിരക്കിലും ഈ ചൂടിൻ്റെ ഇടയിലും ഞാൻ പോയി നിൽക്കുന്നുണ്ട്. അപ്പം എന്നെപ്പോലെ തന്നെ ഒരുപാട് ഭ്രാന്തുള്ള, അതായത് അവർ അത്രയും സ്നേഹിക്കുന്ന മഞ്ജു വാര്യനെയും കൂടാതെ നമ്മുടെ പ്രശസ്ത നടനായ ടോവിനോയുടെ സിനിമയാണ് ഇപ്പോൾ ഇറങ്ങിയ സമയം കൂടിയാണ്. ടോവിനോനെയും കൂടി കാണാൻ വേണ്ടി ആൾക്കാർ തിരക്കി ബഹളം വെച്ച് അവിടെ കൂടിയിരിക്കുകയാണ്. ഒന്നാമത് റോഡ് സൈഡാണ്. അപ്പോൾ ഈ പാർക്കിങ്ങിൻ്റെ കാര്യങ്ങളാണ്, ഈ വണ്ടികൾ പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പിന്നെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞു വാഹനം കൊണ്ട് ഒരു ടീം വന്നിട്ടായിരുന്നു. കുട്ടിയാണെങ്കിൽ ഭയങ്കര കാർച്ചയായിരുന്നു കേട്ടോ. മഞ്ജു വാര്യർ വന്ന് സ്റ്റേജിൽ കയറി എല്ലാവർക്കും വിഷ് ചെയ്തു. ടോവിനെയാണെങ്കിലും അവർ കുറച്ച് മുമ്പേ വന്നിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ തിരക്ക് കാരണം സ്റ്റേജിൽ കടക്കാൻ പറ്റാതെ അവർ റോഡിൽ ബ്ലോക്കായി ഇരിക്കുകയായിരുന്നു കേട്ടോ. അവർ വന്ന് അവരുടെ വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര രസകരമായ കാര്യങ്ങളാണ്. ഫോട്ടോ എടുക്കുന്നവരൊരു ഭാഗത്ത്, പിന്നെ വിശേഷം ചോദിക്കുന്നവരൊരു ഭാഗത്തൊന്നും പറയണ്ട. സെക്യൂരിറ്റിക്കാരൻ നന്നായി കഷ്ടപ്പെട്ട് ജനങ്ങളെ നോക്കി നിർത്താൻ വേണ്ടിയിട്ട്. പിന്നെ കൂടാണ്ട് മൈക്കിന്റെ ഓർഡറും അദ്ദേഹത്തിന്റെ മകനും ഈ സ്റ്റേജിലുണ്ടായിരുന്നു. മഞ്ജു ചേച്ചിയാണ് ഞങ്ങൾക്ക് ആദ്യം ഓർമ്മ വരുന്നത്. എവിടെ നോക്കിയാലും കാരണം മഞ്ജു ചേച്ചിയുടെ നമ്മുടെ ഇത് മുഹമ്മദ് ഹാനി എന്ന് പറയുന്നത് ഷാജിക്കയുടെ മകനാണ്. ഷാനിക്ക് ഇങ്ങനെ ഒന്ന് ഇൻട്രൊഡക്ഷൻ പോലെ ഗംഭീര ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ഞാൻ ആദ്യം ഒന്ന് മഞ്ജു ചേച്ചിയിലേക്ക് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. ലെറ്റ്സ് സീ മഞ്ജു ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്. ഒത്തിരി വർഷത്തെ ഒരു അസോസിയേഷനാണ് മൈജിയുമായിട്ട്. കണ്ണൂരിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ്, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സ്റ്റോറാണ് നമ്മുടെ മൈജി ഫ്യൂച്ചർ. കണ്ണൂരിലെ ഈ നാട്ടുകാരോട്, നമ്മുടെ പ്രിയ സുഹൃത്തുക്കളോട് എന്താണ് മഞ്ജു ചേച്ചി പറയാനുള്ളത്? എല്ലാവർക്കും കണ്ണൂർ എനിക്ക് എന്നും ഒരിത്തിരി സ്നേഹം കൂടുതൽ തരുന്ന സ്ഥലമാണ്. ക്ലാസ് തൊട്ട് എൻ്റെ സിനിമാ ജീവിതം തുടങ്ങുന്നത് വരെ ഞാൻ താമസിച്ചിരുന്നത് കണ്ണൂരാണ്. ഇവിടെയൊക്കെ നടന്നിട്ടുള്ളൊരു കുട്ടിയാണ് ഞാൻ. അതുകൊണ്ട് ഒരു പകുതി കണ്ണൂർക്കാരിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. വലിയ സന്തോഷമുണ്ട്. എപ്പോഴും കണ്ണൂർ വരുമ്പോൾ അളവറ്റ സ്നേഹമാണ് എപ്പോഴും കണ്ണൂരുകാർ എനിക്ക് തരാറുള്ളത്. പിന്നെ മൈജിയുടെ ഒരു ഭാഗമായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ വലിയ സന്തോഷം. മൈജിയുടെ ഓരോ ഉയർച്ചയുടെ പടവിലും വളരെ അഭിമാനത്തോടെ ഞാൻ സന്തോഷം കൊള്ളുന്നുണ്ട്. ഇന്ന് ഈ രീതിയിൽ നിങ്ങളുടെ ഒപ്പം സുഹൃത്ത് ടോവിനോയുടെ കൂടെ ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഈ ചൂടത്ത് അധിക സമയം നിങ്ങളെയൊക്കെ നിർത്തുന്നത് വലിയ ക്രൂരതയാണ് എന്നും അറിയാം. അതുകൊണ്ട് അധികം പറയുന്നില്ല. ഈ ഷോറൂം നിങ്ങൾക്കായി തുറന്നു തരുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഇതുവരെയുള്ള ഒരു സ്നേഹവും പിന്തുണയും ഞങ്ങൾക്കും മൈജിക്കും എനിക്കും ടോവിക്കും. ഇപ്പൊ ടോവിയുടെ പുതിയ സിനിമ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, നടികർ. എല്ലാവരും പറഞ്ഞു കേൾക്കുന്നത് എല്ലാവർക്കും തിയേറ്ററിൽ പോയി സിനിമ കാണുകയും വേണം, ഞങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. താങ്ക് യു സോ മച്ച് മഞ്ജു ചേച്ചി. ഇനി അടുത്തതായിട്ട് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത്, ഞാൻ നേരത്തെ ഇവരോട് പറഞ്ഞു എൻ്റെ പേര് എലീന പടിക്കൽ. അപ്പൊ എനിക്കൊരു സന്തോഷം ഉണ്ടെന്ന് വെച്ചാൽ കൂട്ടത്തിൽ വേറൊരു ഡേവിഡ് പടിക്കലിനെ എനിക്ക് കിട്ടി. അതും ഇന്നലെ റിലീസ് കഴിഞ്ഞ് ഇന്ന് ഓടി നമ്മുടെ കണ്ണൂരിലെ ജനങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ ഡബിൾ സന്തോഷമാണ്. ഒന്ന് സിനിമയുടെ ഹിറ്റ് എന്നുള്ള സന്തോഷം, മൈജി ഫ്യൂച്ചറിന്റെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഷോറൂം നമുക്ക് നൽകുന്നു എന്നുള്ള സന്തോഷം. ഇനി ഞാൻ പറഞ്ഞോണ്ട് ഇവരെന്നെ കൊല്ലും. അപ്പം യെസ്, ടു ബി ഓവർ ടു യു. ഭയങ്കര സന്തോഷം. കണ്ണൂരും പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ എവിടെ വന്ന് എന്ത് പരിപാടി അവതരിപ്പിച്ചാലും ഭയങ്കര വിജയമാണ് സാധാരണ ആവാറ്. അത്രയും പ്രോത്സാഹനം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് കിട്ടാറുണ്ട്. അതിന് ആദ്യം തന്നെ നന്ദി. നിങ്ങളുടെ ആതിഥ്യ മര്യാദയ്ക്ക് നന്ദി. താങ്ക് യു സോ മച്ച്. ടൂരൻ ചേട്ടൻ മഞ്ജു ചേച്ചി എന്റെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കുമോ എന്ന്, അത് അത്ര എഫേർട്ട് എടുത്ത സ്ഥിതിക്ക് അന്ന് വിളിച്ച് ഒരു ഫോട്ടോ എടുപ്പിക്കുന്ന. അപ്പോ മൈജിയുടെ 117ാമത്തെ ഷോറൂമാണ് ഈ ഏറ്റവും വലിയ, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോറാണ് തുടങ്ങുന്നത്. ഇതിനു മുമ്പ് കോട്ടയത്ത് ഒരു സ്റ്റോർ ഞാൻ ഉദ്ഘാടനം ചെയ്തിരുന്നു. ഞാനിന്ന് വരുന്നവരൊക്കെ ചോദിക്കുകയായിരുന്നു എങ്ങനെയുണ്ട്, നന്നായി പോകുന്നുണ്ടോ. അത് നല്ല അഭിവൃദ്ധിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ സന്തോഷം. അപ്പോൾ ഈ അങ്ങനെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബിഗസ്റ്റ് ഷോറൂമായ
നമ്മുടെ മൈജി, അതിനവർ പ്രത്യേകിച്ച് ഒരു പേരൊക്കെ ഇട്ടിട്ടുണ്ട്, ബാഹുബലി ഷോറൂം എന്നൊക്കെ. അപ്പം നമ്മുടെ കണ്ണൂർ അത് ഉദ്ഘാടനം കഴിഞ്ഞാൽ വലിയ സന്തോഷമാണ്. അപ്പം ഇവിടുത്തെ ഏറ്റവും പ്രശ്നം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ജനങ്ങൾക്ക് വന്ന് നിൽക്കാനുള്ള സ്പേസ് ഇത്തിരി കുറവായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും തള്ളൊക്കെ ഇവിടെ വന്നത്. എനിക്ക് ഇവരെ രണ്ടുപേരെയും കണ്ട് മതിമറന്നൊന്ന് കാണാൻ പറ്റി എന്നുള്ളത് വലിയ സന്തോഷമായിരുന്നു. അപ്പം പിന്നെ അതിന് ശേഷം ഞാൻ വേഗം മടങ്ങുകയും ചെയ്തു. ഷോറൂമിൻ്റെ ഉള്ളിലോട്ടും കയറാനൊന്നും എനിക്ക് കഴിഞ്ഞില്ല. പിന്നെ മഞ്ജുവാരെ നേരിട്ട് കണ്ട് ഞാൻ മധ്യാവോളം കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല ഗ്രീൻ കളറിലുള്ള പിന്നെ നല്ല ഗൗണ് പോലത്തെ ഡ്രസ്സിട്ട് സാധാരണക്കാരി പോലെ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. ഒരു മുഖത്തൊരു മേക്കപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും കാണാനില്ല. സാധാരണ ഉള്ള മഞ്ജുവിൻ്റെ വെളുപ്പല്ലാണ്ട് ഒരു പുട്ടിയിട്ടിട്ട് ഭയങ്കര ലിപ്റ്റിക്കൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ ഒന്നും മഞ്ജുവിന് ഇന്നലെ കാണാൻ കഴിഞ്ഞില്ല. പിന്നെ നമ്മൾ ചില ഫോട്ടോസിലൊക്കെ കാണുമല്ലോ, അതിപ്പം നമ്മളാണെങ്കിൽ സാധാരണ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക, അത് നല്ല ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ പുറത്തോട്ട് വിടും എന്ന് പറഞ്ഞാൽ തന്നെയാണ്. അല്ലാണ്ട് മഞ്ജുവിനെ നേരിട്ട് കാണുമ്പം മുഖത്തൊന്നും ഒരു സാധാരണ ഒരു ഇതല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മേക്കപ്പോ ജാടയോ ഒന്നും, ഒരു സാധാരണക്കാരി വന്നിട്ട് നമ്മളോട് വർത്തമാനം പറഞ്ഞത് ഞാൻ കണ്ണൂരുകാരിയായിരുന്നു, ഞാൻ ഇതിലെ ഓടി നടന്നൊരു കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് എന്താണെന്നറിയില്ല. അതാണ് അവരുടെ ആ ഒരു എന്താ പറയുക, ഭയങ്കര ഉയരത്തിൽ നിൽക്കുമ്പോൾ അവർ ഭയങ്കര താഴ്മയോടുള്ള സംസാരവും താഴ്മയോടുള്ള പെരുമാറ്റവുമാണ് അവരോട് നമുക്ക് ഇത്ര അധികം ഇഷ്ടം തോന്നാനുള്ള കാരണം എന്ന് പറയുന്നത്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സല്ലാപം എന്ന സിനിമ ആദ്യമായിട്ട് ഞാൻ കണ്ടതിന് ശേഷമാണ് ഇവരോടുള്ള ഇഷ്ടം എൻ്റെ മനസ്സിലോട്ട് വരുന്നത്. അത് വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ പറഞ്ഞില്ലേ 6 7 പഠിക്കുമ്പം ആ ഒരു സിനിമ കണ്ട് ഞാൻ വീട്ടിൽ വന്ന് അന്ന് രാത്രി ഉറങ്ങുന്നതും എഴുന്നേൽക്കുന്നതും മുഴുവൻ എൻ്റെ മനസ്സിലൊരു ബാധ കയറിയതുപോലെയായിരുന്നു മഞ്ജുവാര്യർ എന്ന താരം എൻ്റെ മനസ്സിലോട്ട് കയറിക്കൂടിയത്. അങ്ങനെ അവരുടെ സിനിമകൾ അന്നുകളൊന്നും നമുക്ക് തിയേറ്ററിൽ പോയി കാണാനൊന്നും പറ്റത്തൊന്നുമില്ല. അങ്ങനെ മനസ്സിലിങ്ങനെ കൊണ്ട് നടന്ന് ഏത് ചിത്രം ഏത് അഴുകിയ സ്ഥലത്ത് നിന്ന് കിട്ടിയാലും ഞാൻ കൊണ്ടുപോയി വെട്ടി ഒട്ടിച്ചെടുത്ത് എൻ്റെ പഴയ നോട്ട് പുസ്തകത്തിലും മറ്റും ഒട്ടിച്ചു വെക്കും. അത് ഭ്രാന്തായിരുന്നു. അതുപോലെ കൂട്ടുകാരായ നമ്മുടെ ഏത് കൂട്ടുകാരും മഞ്ജുവാരുടെ ചിത്രം എവിടുന്ന് കിട്ടിയാലും അത് കിള്ളിപ്പറിച്ച് പണ്ട് ഞാനാ ചിത്രഭൂമി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടൊക്കെ ഉണ്ടാവില്ല, അതിൽ നിന്നെല്ലാം വലിച്ച് കീറിക്കൊണ്ടത് എൻ്റെ കൈ കൊണ്ട് തരും. ഞാനത് സൂക്ഷ്മതയോടുകൂടി ഏതെങ്കിലും പുസ്തകത്തിൽ കൊണ്ട് ഒട്ടിച്ചു വെക്കും. അങ്ങനെ ഒട്ടിച്ചു വെച്ച കുറേ ഭാഗങ്ങളൊക്കെ ഇന്നും എൻ്റെ കയ്യിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. 40 വയസ്സായി എനിക്ക് ഇപ്പോഴും പത്രം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതെല്ലാം ഞാനൊരിക്കൽ എന്തായാലും ഒരു വീഡിയോയിൽ തന്നെ കാണിച്ചു തരുന്നതാണ്. ഇത് പേരിൽ ഈ മഞ്ജുവിനെ സ്നേഹിച്ചിട്ട് പേരിൽ ഒരുപാട് കളിയാക്കപ്പെടൽ വിട്ടിട്ടുണ്ട്. എന്താ പറയുക, മഞ്ജു ദിലീപുള്ള വിവാഹത്തിൻ്റെ സമയത്ത് പിന്നെ ക്ലാസ്സിൽ ചെന്നപ്പോൾ കൂട്ടുകാർ കളിയാക്കലൊക്കെ ഉണ്ട്. അങ്ങനെ ഇത്രയും കണ്ടിട്ട് ഞാൻ അതിൻ്റെ ഷോറൂമിലോട്ട് കയറാൻ നിന്നില്ല. നേരെ അവിടുന്ന് പിന്തിരിഞ്ഞു. കണ്ട റോഡൊക്കെ ഫുള്ള് ബ്ലോക്കായിരുന്നു. കാരണം ആ താരങ്ങളൊന്ന് കാണാൻ വേണ്ടിയിട്ട് ജനങ്ങൾ ഒഴുകി എത്തുകയാണ് ചെയ്തിട്ടോ. കുറച്ച് കുട്ടികളെ കൊണ്ടും വയസ്സായ ആൾക്കാരും പ്രായഭേദമന്യേ എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ നമ്മുടെ കണ്ണൂരിലേക്ക് ഒരുപാട് ദൂരേന്ന് വന്ന ആൾക്കാർ വരെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട.